ഞാൻ ചെറായി രാമദാസ്. കേരളത്തിലെ ഡച്ച് രേഖകളെക്കുറിച്ച് മൈക്കിൾ തരയൻ സാറിൻ്റെ അഭിപ്രായം ചോദിക്കുക എന്നാണ് കരുതുന്നത്. സർ, കേരളത്തിലെ ഡച്ച് രേഖകളെക്കുറിച്ചുള്ള സാറിൻ്റെ ഒരു അഭിപ്രായവും അതിൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയും ഒന്ന് പറയാം. കേരളത്തിലെ ഡച്ച് രേഖകൾ എന്തൊക്കെയാണ് ഉള്ളത് എന്ന് എനിക്ക് വ്യക്തമായ ഒരു അറിവില്ല. ഞാൻ പല വിധത്തിൽ ശ്രമിച്ചു നോക്കി. കേരള സ്റ്റേറ്റ് ആർക്കൈവ്സിൻ്റെ അന്നത്തെ ഡയറക്ടറുമായിട്ട് ദീർഘമായിട്ട് ചർച്ച ചെയ്തു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇത് 4-5 വർഷങ്ങൾക്ക് മുൻപാണ്, 5-6 വർഷങ്ങൾക്ക് മുമ്പ്. അദ്ദേഹം പറഞ്ഞതനുസരിച്ച് കേരളത്തിൽ എറണാകുളത്ത് ഏതാനും രേഖകളുണ്ട് എന്നുള്ളത് ഒഴിച്ചാൽ മറ്റ് ഡച്ച് രേഖകളെന്ന് ഉദ്ദേശിക്കുന്ന ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ രേഖകളാണ്. ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ രേഖകൾ എഗ്മൂർ ആർക്കൈവ്സിൽ നിന്ന്, ചെന്നൈയിൽ നിന്നും ഒരു സെറ്റ് ഇങ്ങോട്ട് തരണം എന്ന് പറഞ്ഞ് നമ്മൾ ഒരു റിക്വസ്റ്റ് അയക്കുകയോ അതോ അവരിങ്ങോട്ട് തരാമെന്ന് പറയുകയോ ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് പോയി എടുക്കാൻ നമുക്കിതുവരെ സാധിച്ചിട്ടില്ല. അത് നമ്മുടെ കയ്യിൽ കിട്ടുകയാണെങ്കിൽ നമുക്കതൊരു വലിയ ഒരു നേട്ടമാവും. അപ്പം ഞാനും സമ്മതിച്ചു. ഞാൻ പറഞ്ഞത് ശരിയാണ്, നിങ്ങൾ അത് കളക്ട് ചെയ്യാവുന്നുണ്ടെങ്കിൽ എത്രയും വേഗം കളക്ട് ചെയ്യാൻ ശ്രമിക്കണം എന്ന് മാത്രമല്ല, ആ സമയത്ത് ഡച്ച് എംബസി കേരള ഗവൺമെൻറ്റുമായിട്ട് ചർച്ച ചെയ്തിരുന്നു. ഡച്ച് റെക്കോർഡുകൾ ഉള്ളത് മുഴുവൻ അതുമാത്രമല്ല മറ്റ് രേഖകളും അവർ പിന്നെ ഡിജിറ്റൈസ് ചെയ്തു തരാം എന്ന് അങ്ങനെ ഒരു എഗ്രിമെൻറ്റിലേക്ക് ചർച്ച നടന്നുകൊണ്ടിരിക്കുക. അപ്പം ആ ചർച്ചയിൽ ഇതും ഉൾപ്പെടുത്തണം എന്ന് ഞാൻ ഡയറക്ടറോട് ആവശ്യപ്പെടുകയും ഒക്കെ ചെയ്തു. അവസാനം ഈ എഗ്രിമെൻ്റ് സൈൻ ചെയ്ത് എങ്കിലും ഇപ്പോഴും ഈ കഴിഞ്ഞ ഡിസംബറിൽ ഡച്ച് എംബസിയുടെ ഒരു അംബാസിഡറും കൗൺസിലറും ഒക്കെ ആയിട്ട് ഒരു സംഘം വന്നിരുന്നു. അവരും KCHRൻ്റെ പ്രതിനിധികളായിട്ടുള്ളവരും അവരെന്നെയും പിന്നെ വേണു രാജാമണിയെയും ഇൻവൈറ്റ് ചെയ്തിരുന്നു, ഇന്ത്യയുടെ അംബാസിഡറായിരുന്ന. അപ്പോൾ ആ മീറ്റിങ്ങിൽ പോലും ഞാൻ മനസ്സിലാക്കിയത് ഈ ഡിജിറ്റൈസേഷൻ ഇപ്പോഴും നടന്നിട്ടില്ല, അത് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എറണാകുളത്തെ രേഖകളും ഡിജിറ്റൈസ് ചെയ്യേണ്ടതാണ്. അത് ചെയ്തിട്ടില്ല. അതാണ് എനിക്ക് അറിയാവുന്ന ഒരു സംഗതി. രണ്ടാമത്തെ സംഗതി, ഞാൻ നേരിട്ടല്ലെങ്കിലും എൻ്റെ കാലത്ത് അവിടെ KCHRലെ പിന്നെ കോസ്മോസ് മലബാറിക്കസ് എന്ന് പറയുന്ന ആ പ്രൊജക്റ്റിൻ്റെ ഭാഗം ആയിട്ട് ഡോക്ടർ സോമു സെബാസ്റ്റ്യൻ അവർ മുൻകൈയെടുത്ത് അവർ സ്ഥിരമായിട്ട് അവിടെ എറണാകുളം ആർക്കൈവ്സിൽ വരികയും അതിൽ ചില ഫയലുകൾ അവർ കാണുകയും ചെയ്തു. പക്ഷെ അവരും കംപ്ലീറ്റ് ആയിട്ട് അവിടുത്തെ ഫയലുകൾ മുഴുവൻ കാണാൻ അവർക്ക് സാധിച്ചു എന്നെനിക്ക് തോന്നുന്നില്ല. അത് തൊടാൻ പറ്റില്ല, തൊട്ടാൽ അത് പൊടിഞ്ഞു പോകും എന്നൊക്കെ ഉള്ള നമ്മൾ അവിടെ നിന്ന് കേൾക്കുന്ന കഥകളാണ്. ഇതൊന്നും വ്യക്തമായ ഒരു ധാരണ ഒന്നും എനിക്ക് ലഭ്യമല്ല. എന്നാൽ അതേസമയം എഗ്മൂർ ആർക്കൈവ്സിൽ, ചെന്നൈയിൽ എഗ്മൂർ ആർക്കൈവ്സിലുള്ള രേഖകൾ മുഴുവൻ തന്നെ ഇപ്പോൾ ഡിജിറ്റൈസ് ചെയ്ത് കഴിഞ്ഞ ഒരു മാസം മുമ്പ് ചെന്നൈ ആർക്കൈവ്സിൽ പോയ ഒരാളോട്
ഒരാൾ എൻ്റെ അടുത്ത് പറഞ്ഞതനുസരിച്ച് അത് കംപ്ലീറ്റ് അവർ ഡിജിറ്റൈസ് ചെയ്ത് അവരുമായിട്ടും ഇതുപോലെ തന്നെ ഒരു എഗ്രിമെൻ്റ് ഡച്ച് ഗവൺമെൻറ് നടത്തിയിരുന്നു. അതനുസരിച്ച് അവരുടെ അതോടുകൂടി ആ മെറ്റീരിയൽ ആർക്ക് വേണമെങ്കിലും ചെല്ലുകയും അത് നോക്കുകയും കൺസൾട്ട് ചെയ്യുകയും കോപ്പി വരെ എടുക്കാൻ പറ്റും എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതൊരു വലിയ ഒരു ഡെവലപ്മെൻറ്റാണ്. പക്ഷെ കേരളത്തെ സംബന്ധിച്ച് എറണാകുളത്ത് ഉള്ളതും തിരുവനന്തപുരത്ത് വരും എന്ന് വന്നു എന്ന് ചിലർ പറയുന്നു, വരാൻ പോകുന്നു എന്ന് ചിലർ പറയുന്നു. എന്തായാലും അത് രണ്ടും ഇതുവരെ ഡിജിറ്റൈസ് ചെയ്യാൻ തന്നെ സാധിച്ചിട്ടില്ല നമുക്ക്. ഇതാണ് നമ്മുടെ ജനറൽ സെറ്റ്. ചെന്നൈ ആർക്കൈവ്സിൽ, തമിഴ്നാട് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ചെന്നൈ ആർക്കൈവ്സിൽ ഒരു 8 കൊല്ലം മുൻപ് 2017 ഞാനവിടെ റിസർച്ച് ചെയ്യുമ്പോൾ യാദൃച്ഛികമായി അവിടുത്തെ ഡച്ച് ഫയലുകളിൽ ചിലത് കാണാനിട വന്നു. അങ്ങനെ അത് ചോദിച്ചു അവിടെയുള്ള ഡച്ച് ഫയലുകൾ ഏതാണ്ട് മുഴുവനായിട്ട് കാണാൻ എനിക്ക് പറ്റി. അപ്പോൾ എനിക്ക് താല്പര്യമുണ്ടായിരുന്നത് അതിലുള്ള സ്ലേവ് ട്രേഡിനെ കുറിച്ചുള്ള കാര്യങ്ങൾ അറിയുക എന്നുള്ളതായിരുന്നു പ്രഥമമായിട്ടുള്ള താല്പര്യം. ചെന്നൈ ആർക്കൈവ്സിലുള്ള മദർ ഇൻഡെക്സ് എന്ന് പറയാവുന്ന നമ്പർ 43 എന്ന് പേരിട്ട ഒരു ഇൻഡെക്സുകളുടെ സമാഹാരത്തിൽ അവിടെയുള്ള ഡച്ച് രേഖകൾ ഫയലുകളുടെ മൊത്തം പേരുകൾ ഉൾപ്പെടുന്ന 33 പേജുകൾ അതിനകത്തുണ്ട്. അതിൽ നിന്നാണ് ഞാൻ എനിക്ക് വേണ്ട സ്ലേവ് ട്രേഡിനെ കുറിച്ചുള്ള രേഖകളുള്ള ഫയലുകൾ ചോദിച്ചു വാങ്ങി പരിശോധിച്ച് കോപ്പി ചെയ്ത്. ഇത് കിട്ടിയ ഉടനെ തന്നെ കേരള ആർക്കൈവ്സിലെ അന്നത്തെ ഡയറക്ടറെ, എനിക്ക് സൗഹൃദമുള്ള അന്നത്തെ ഡയറക്ടറോട് ഈ കാര്യങ്ങൾ അറിയിക്കുകയും ഉടനെ തന്നെ ഞാനൊരു ഫേസ്ബുക്ക് പോസ്റ്റ് കൊടുക്കുകയും വൈകാതെ തന്നെ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ അതിനെക്കുറിച്ച് എഴുതുകയും ചെയ്തു. ഈ കുറിപ്പ്, ചെറുതായിട്ടുള്ള ഈ കുറിപ്പ് കണ്ട് ഒരു MLA അത് കേരള നിയമസഭയിൽ ഒരു ചോദ്യമായി ഉന്നയിക്കുകയും ചോദ്യം അതിൻ്റെ പിറ്റേ ദിവസം ഹിന്ദുവിൽ അതൊരു വലിയ റിപ്പോർട്ടായിട്ട് കൊടുക്കുകയും ചെയ്തു. പിന്നെ ഞാൻ തന്നെ മുൻകൈയെടുത്ത് മറ്റ് 2 പത്രങ്ങളിൽ, ഒന്ന് കൗമുദിയിലും ഒന്നും മാധ്യമത്തിലും ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ വരികയും ചെയ്തു കുറച്ച് മാസങ്ങളുടെ ഇടവേളയിൽ. ഈ 2017 മുതൽ കേരള ആർക്കൈവ്സിലെ പരിചയവും മറ്റും വെച്ച് നടത്തിയ സമ്മർദ്ദത്തിൻ്റെ ഫലമായി 2 കൊല്ലം മുൻപാണ് ഈ രേഖകൾ ചെന്നൈ ആർക്കൈവ്സിലെ ഹാർഡ് കോപ്പിയാണ് എനിക്ക് പരിശോധിക്കാൻ തന്നതെങ്കിലും ഏതാണ്ട് ഒരു 30 കൊല്ലം മുൻപ് തന്നെ നെതർലൻഡിലെ ലെയ്ഡൻ യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ളവർ വന്ന് അവരുടെ സ്വന്തം ചെലവിൽ ഡിജിറ്റൈസ് ചെയ്യുകയും അതിൻ്റെ ഡിസ്കുകൾ ഒരു സെറ്റ് ചെന്നൈ ആർക്കൈവ്സിനെ ഏൽപ്പിക്കുകയും ചെയ്തു. ഈ ഡിസ്കുകൾ വളരെ സിമ്പിളായി പകർത്തി കൊണ്ടുപോരാം എന്ന അവസ്ഥ നമ്മുടെ ആർക്കൈവ്സിൻ്റെ ഡയറക്ടർ അടക്കമുള്ള ആളുകളെ ഞാൻ അറിയിക്കുകയും ചെയ്തു. പക്ഷേ വർഷങ്ങളോളം അത് നടപടികളില്ലാതെ വന്നു. വെറും 2 കൊല്ലം മുൻപാണ് കേരള ആർക്കൈവ്സിലെ 2 ഓഫീസർമാർ ചെന്നു ആ ഡിസ്കുകൾ ഡിജിറ്റൈസ് ചെയ്തിട്ട് 3 പതിറ്റാണ്ടിനപ്പുറമായ ആ ഡിസ്കുകളുടെ കോപ്പി എടുത്ത് കേരള സ്റ്റേറ്റ് ആർക്കൈവ്സിൻ്റെ ഡയറക്ടറേറ്റിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഇതിൻ്റെ വിപുലമായ ഇൻഡെക്സ് എനിക്ക് കിട്ടിയ അതേ സമയത്ത് തന്നെ ഡയറക്ടറെയും മറ്റ് ബന്ധപ്പെട്ട ആളുകൾക്കും കോപ്പി ചെയ്ത് അയച്ചതാണ്. ഈ ഇൻഡെക്സിന് ഒരു ചരിത്രമുണ്ട്. നമ്മുടെ കേരള ചരിത്രത്തിലെ ക്ലാസിക് കൃതികൾ എന്ന് വിശേഷിപ്പിക്കാവുന്ന ചരിത്ര കൃതികളിൽ ഒന്നും തന്നെ ചെന്നൈ ആർക്കൈവ്സിൽ ഇങ്ങനെ ഒരു രേഖാശേഖരം ഉള്ളതിനെക്കുറിച്ച് പറയുന്നില്ല. പക്ഷേ സർദാർ KM പണിക്കരുടെ മലബാർ ആൻഡ് ദ ഡച്ചിൽ 1931 പബ്ലിഷ് ചെയ്ത ആ പുസ്തകത്തിൽ അദ്ദേഹം ഞാൻ ഈ വളരെ പിൽക്കാലത്ത് കണ്ടതും ആർക്കൈവ്സ് ഡയറക്ടർ അടക്കമുള്ളവർക്ക് കോപ്പി ചെയ്ത് കൊടുത്തതുമായ ആ ഇൻഡെക്സ്, അതിൻ്റെ പേര് പ്രസ് ലിസ്റ്റ് എന്നാണ്. സർദാർ KM പണിക്കർ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൻ്റെ ആമുഖത്തിൽ പറയുന്നുണ്ട്,
ഇങ്ങനെ ഒരു പ്രസ് ലിസ്റ്റുണ്ട് ഡച്ച് രേഖകളെക്കുറിച്ച്. പക്ഷെ ആ രേഖകൾ എവിടെ ഇരിക്കുന്നു എന്ന് അദ്ദേഹത്തിന് അറിയില്ല, അദ്ദേഹം കണ്ടിട്ടുമില്ല. പ്രസ് ലിസ്റ്റ് അദ്ദേഹം കണ്ടിരിക്കുന്നു. ആ പ്രസ് ലിസ്റ്റ് തന്നെയാണ് 90 കൊല്ലം കഴിഞ്ഞ് ഞാൻ കോപ്പി ചെയ്ത് ബന്ധപ്പെട്ട ആളുകളെ അറിയിച്ചത്. ഭാഗ്യത്തിന് ഒരു 5 കൊല്ലത്തെ സമ്മർദ്ദഫലമായി ഈ പത്രങ്ങളും യും MLAയുടെ ഇടപെടലും എല്ലാം കൊണ്ട് അതിൻ്റെ ആ ഡിസ്ക് കോപ്പി ചെയ്ത് കേരള ആർക്കൈവ്സിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇതിനിടയ്ക്ക് തരൻ സാർ പറഞ്ഞതുപോലെയുള്ള ഡച്ച് രേഖകളുടെ ഒരു ചെറിയ ഫയല് 90 ഫയലുകൾ എറണാകുളം റീജിയണൽ ആർക്കൈവ്സിലുണ്ട്. ആ ഫയലുകളെ വെച്ചുകൊണ്ടാകണം കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ 2-3 കൊല്ലം മുൻപ് നെതർലൻഡിൽ ചെന്നപ്പോൾ അവിടുത്തെ സർക്കാരിൻ്റെ ഒരു ഓഫർ ഇദ്ദേഹത്തിന് കിട്ടിയതായി പത്രവാർത്തകളിൽ കൂടി ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അവർ പറഞ്ഞത് നിങ്ങൾക്ക് കേരളത്തിലുള്ള ഡച്ച് രേഖകൾ തർജ്ജമ ചെയ്യാൻ ഞങ്ങൾ സഹായിക്കാം എന്നാണ്. മിഡിൽ ഡച്ചാണ്, പഴയകാല ഡച്ചാണ്. അതിന് സഹായിക്കാം എന്ന വാർത്താ പത്രങ്ങളിൽ ഞാൻ കണ്ടു. അപ്പോൾ കഴിഞ്ഞ ദിവസം ഈ പഴയ പത്രവാർത്ത വെച്ച് മുഖ്യമന്ത്രിക്ക് ഞാനൊരു അപേക്ഷ അയച്ചിട്ടുണ്ട്. അങ്ങേക്ക് കിട്ടിയിരിക്കുന്ന ഓഫർ ഉപയോഗിച്ച് ഇപ്പോൾ എറണാകുളം ആർക്കൈവ്സ് ഡയറക്ടറേറ്റിൽ എത്തിയിരിക്കുന്ന ഡച്ച് രേഖകളെ, ആ ഡച്ച് രേഖകൾ എറണാകുളം റീജിയണൽ ആർക്കൈവ്സിലുള്ള 90 ഫയലുകൾ അല്ലാനും അത് 1642 ഫയലുകളുള്ള നേരത്തെ സൂചിപ്പിച്ച പ്രസ് ലിസ്റ്റിലുള്ള ആ ഫയലുകളാണ്. എൻ്റെ ഒരു പ്രാഥമിക കണക്കൂട്ടിൽ തന്നെ 3.5 ലക്ഷം പേജുകളെങ്കിലും അതിൽ വരും. അത് ഏറ്റവും ചെറിയ കണക്കാണ്. കാരണം അതിനകത്ത് ഡയറി എന്ന ടൈറ്റിലുള്ള ഒരു ഫയൽ ഉണ്ടെന്നിരിക്കട്ടെ, ഉണ്ട് താനും. ആ ഡയറിക്ക് 60-70 വർഷത്തെ ഡയറി ആയിരിക്കും. 10,000 പേജുകൾ വരുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ പ്രാഥമികമായി കണക്കൂട്ടലിന് ഒരടിസ്ഥാനവും ഇല്ലയെന്ന് സമ്മതിക്കുന്നു. അതിനേക്കാൾ വളരെ വലിയ നമ്പറായിരിക്കാം ആ പേജുകൾ. ഡച്ച് ഭാഷയിലുള്ള ഈ രേഖകൾ മുഖ്യമന്ത്രിക്ക് നെതർലാൻഡ് സർക്കാർ കൊടുത്തിരിക്കുന്ന ഓഫർ വെച്ച് ട്രാൻസ്ലേറ്റ് ചെയ്യിച്ചാൽ മാത്രമേ നമ്മുടെ ഗവേഷകർക്ക് തിരുവനന്തപുരത്ത് നിന്ന് അത് ഉപയോഗപ്പെടുത്താൻ കഴിയൂ. ഇപ്പോഴും ആർക്ക് വേണമെങ്കിലും ഡയറക്ടറേറ്റിലെ കമ്പ്യൂട്ടറിൽ അത് പ്ലേ ചെയ്ത് കാണാം. ഞാൻ പരിചയപ്പെടുത്തി വിട്ട ഒരു PhD സ്റ്റുഡൻറ്റ് അത് കണ്ടു കഴിഞ്ഞിരിക്കുന്നു. പിന്നെ അവിടുത്തെ ബന്ധപ്പെട്ട ഓഫീസർ എന്നോട് പറഞ്ഞു അത് നിലവിൽ വന്നു കഴിഞ്ഞു. അവിടെ ഇനി ഒരു ഡിസ്ക് കൂടിയേ ചെന്നൈയിൽ നിന്ന് പകർത്താനുള്ളൂ. ബാക്കി എല്ലാ കോപ്പികളും, അതായത് 1642 ഫയലുകളിൽ മഹാഭൂരിപക്ഷവും എത്തിക്കഴിഞ്ഞു. ഇത് ഞാൻ കണക്ക് കൂട്ടിയപ്പോൾ 1657 മുതൽ 1825 വരെയുള്ള 168 കൊല്ലത്തെ ക്രോണിക്കൽ സ്വഭാവത്തിലുള്ള, നാൾവഴി സ്വഭാവത്തിലുള്ള ഫയലുകളാണ്. അതിൻ്റെ പ്രസ് ലിസ്റ്റിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാണ്. ഒരു ഭരണകൂടം 168 കൊല്ലം അഭിമുഖീകരിച്ച എല്ലാ ദൈനംദിന പ്രശ്നങ്ങൾക്കും രേഖകളുണ്ട്. അതാണ് ഒരു സമ്പത്തായിട്ട് നമ്മുടെ മുന്നിലെത്തിയിരിക്കുന്നത്. ഈ സമ്പത്ത് നമുക്ക് ഉപയോഗിക്കാൻ കഴിയണമെങ്കിൽ തരകൻ സാർ അടക്കമുള്ള ആളുകൾ, സീനിയർ ഗവേഷകർ, ചരിത്രകാരന്മാർ ഇവിടെ ഒരു ഇടപെടൽ കൊണ്ട് മാത്രമേ ഇത് നമ്മുടെ മുഖ്യമന്ത്രിയെയും സർക്കാരിനെയും കൊണ്ട് നെതർലാൻഡ് സർക്കാരിൻ്റെ ആ ഓഫർ ഫലത്തിൽ വരുത്താൻ കഴിയൂ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എനിക്ക് ഇതിനോട് പറയാനുള്ള 2 കാര്യങ്ങളാണ്. ഒന്ന്, എനിക്ക് വ്യക്തിപരമായിട്ട് ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ റെക്കോർഡുകളെക്കുറിച്ച് പരിചയം തുടങ്ങിയത് 1983-ലാണ്. 1983 ഞാൻ അവിടെ ഹേഗിൽ ചെന്ന് അവിടെ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ താമസിച്ച് അവിടെ നിന്നും പോയി ഈ ഡച്ച് മലബാർ സെക്ഷൻ ഉണ്ട്, മലബാറിനൊരു പ്രത്യേക സെക്ഷനുണ്ട്. പിന്നെ അവിടുത്തെ ആർക്കൈവ്സിൽ നമ്മുടെ പോലുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. അവിടെ ആർക്കും ചെല്ലാം, ആർക്കും എന്ന് മാത്രമല്ല ഓരോ ഏരിയ റീജിയൻ തിരിച്ചും സബ്ജക്റ്റ് തിരിച്ചും ഇടയ്ക്കിടയ്ക്ക് മീറ്റിങ്ങുകൾ അവർ തന്നെ ആർക്കൈവ്സ് ഉദ്യോഗസ്ഥന്മാർ തന്നെ സംഘടിപ്പിക്കുകയും അവിടെ വെച്ച് നമ്മുടെ പ്രശ്നങ്ങൾ മറ്റുള്ളവരോട് പറയുകയും ഒക്കെ വളരെ
വളരെ സ്മൂത്തായിട്ട് പോകുന്ന ഒരു ലോകത്തിൽ തന്നെ ഇത്രയും നല്ലൊരു ആർക്കൈവ്സ് ഞാൻ വളരെ ചുരുക്കമായിട്ടേ കണ്ടിട്ടുള്ളൂ. ആ ആർക്കൈവ്സിൽ ഓൾഡ് ഡച്ച് അറിയാൻ മേലാത്ത ഞാൻ, അല്ലെങ്കിൽ മിഡിൽ ഡച്ച് അറിയാൻ മേലാത്ത ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, അന്ന് കോപ്പി ചെയ്യാനുള്ള സൗകര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഇംഗ്ലീഷ് തന്നെയാണല്ലോ അവരുടെ സ്ക്രിപ്റ്റ്. അപ്പോൾ ഞാൻ അത് നോക്കി വരയ്ക്കാൻ നോക്കി എഴുതി. എൻ്റെ ഇരിപ്പുണ്ട് അന്ന് ഞാൻ കളക്ട് ചെയ്ത റെക്കോർഡ്. 17-ാം നൂറ്റാണ്ടിലെ എല്ലാ റെക്കോർഡ്സും, ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ എല്ലാ റെക്കോർഡ്സും ജാക്കോബ് എന്നറിയപ്പെടുന്ന ഒരു ഹിസ്റ്റോറിയൻ എഡിറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ അത് കമ്പൈൽ ചെയ്ത് പബ്ലിഷ് ചെയ്തിട്ടുമുണ്ട് ഡച്ച് ഭാഷയിൽ. അപ്പോൾ 17-ാം നൂറ്റാണ്ടിലെ ഡച്ച് റെക്കോർഡുകൾ എന്ന് പറയുന്നത് ഇനി വേറെ എവിടത്തും തിരക്കേണ്ട കാര്യമില്ല. അത് ആ ബുക്കായിട്ട് തന്നെ, ആ ബുക്കിൻ്റെ കോപ്പി എൻ്റെ കയ്യിലുണ്ട്. അതും എനിക്ക് അവിടെ ചെന്നപ്പോൾ ആദ്യമായിട്ട് കിട്ടിയത് ആ ബുക്കാണ്. 18-ാം നൂറ്റാണ്ടിലെ റെക്കോർഡുകളാണ് ഇതുപോലെ ചെയ്യാൻ ഉള്ളത്. ഷക്കോബിൻ്റെ ഒരു ബുക്ക്, വേറെ ഒരു പുസ്തകമുണ്ട്, പിന്നെ കൊച്ചിൻ ആൻഡ് മർച്ചൻ്റ് ക്യാപിറ്റലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ബുക്കുണ്ട്. ഈ 18-ാം നൂറ്റാണ്ടിലെ റെക്കോർഡുകളാണ് ഞാൻ കുറേ അധികം കോപ്പി ചെയ്തുകൊണ്ട് വന്നത്. അപ്പോൾ എനിക്കുണ്ടായിരുന്ന ബുദ്ധിമുട്ട്, ഇത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ആരെങ്കിലും വേണം. അതിന് ഞാൻ ലെയ്ഡൻ യൂണിവേഴ്സിറ്റിയിലാണ് അവിടെ ചെല്ലുന്നവരൊക്കെ ചെല്ലുക. അവിടുത്തെ പ്രധാന യൂണിവേഴ്സിറ്റിയാണ് ലെയ്ഡൻ യൂണിവേഴ്സിറ്റിയിൽ അന്ന് ഈ 18-ാം നൂറ്റാണ്ടിൽ ഡച്ച് അറിയാവുന്ന ആരും തന്നെ ഇല്ലായിരുന്നു. ഒരാളുണ്ടായിരുന്നു, പക്ഷേ അയാൾ വേറെ എന്തോ ആവശ്യത്തിന് വേറെ നാട്ടിലെങ്ങാണ്ടും പോയിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ ഈ ബൾക്കായിട്ടുള്ള പേപ്പറുകളുമായിട്ട് തിരികെ പോരുകയാണ് ചെയ്തത്. അതിനുശേഷം പല വിധത്തിൽ പല ആളുകളോട്, പ്രത്യേകിച്ച് ഇന്ത്യൻ അംബാസിഡർമാരോട് ആവശ്യപ്പെട്ടു, ഇങ്ങനെ ഒരു കളക്ഷൻ ഓഫ് റെക്കോർഡ്സ് ഉണ്ട്, അതൊന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് കിട്ടണം, നമുക്ക് ധാരാളം വർക്ക് ചെയ്യാൻ പറ്റിയേക്കും എന്നൊക്കെയുള്ള ഊഹങ്ങൾ ഞാൻ അവരോട് ഒക്കെ പറയുകയും പല വർഷങ്ങളിലായിട്ട് പറയുകയും ചെയ്തു. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ തപസ് റൈചൗധരിയെ, അദ്ദേഹം ഇപ്പം നിര്യാതനായി, തപസ് റൈചൗധരിയുടെ പ്രസിദ്ധമായ ബുക്കുകളുണ്ട്. അദ്ദേഹം കൊച്ചി ആർക്കൈവ്സ് ഇന്ത്യൻ ഹിസ്റ്റോറിക്കൽ റെക്കോർഡ്സ് കമ്മീഷൻ്റെ മെമ്പറായിട്ട് വിസിറ്റ് ചെയ്തിട്ടുമുണ്ട്. അദ്ദേഹം പറയുന്ന ഒരു റെക്കോർഡ് ഇപ്പോഴും ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. 15-ാം നൂറ്റാണ്ടിലെ ഒരു കപ്പൽ പണിയുടെ ചെലവ് ഇതിനെക്കുറിച്ചുള്ളൊരു ഫയൽ അദ്ദേഹം കണ്ടു എന്നാണ് അദ്ദേഹം പറയുന്നത്. അത് ഞാൻ ആർക്കൈവ്സ് ഉദ്യോഗസ്ഥന്മാരോട് ചോദിച്ചിട്ട് അവർ പറയുന്ന അങ്ങനെ ഒരു റെക്കോർഡ് അതുണ്ട് എന്നുള്ളത് അദ്ദേഹം റെക്കോർഡ്സ് കമ്മീഷൻ്റെ റിപ്പോർട്ടിൽ തന്നെ പറയുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞത് 18-ാം നൂറ്റാണ്ടിലെ റെക്കോർഡുകൾ പോലും ഈ കേരളത്തിലും ചെന്നൈയിലും ഉള്ള റെക്കോർഡുകൾ എന്നോട് പറഞ്ഞതാണ്. റെക്കോർഡുകൾ മുഴുവൻ അവരത് കോപ്പി ചെയ്ത് ലെയ്ഡൻ യൂണിവേഴ്സിറ്റി യിലും നാഷണൽ ആർക്കൈവ്സിലും കൊണ്ടുപോയിട്ടുണ്ട്. അതായത് ഇവിടെ നമ്മുടെ കയ്യിലുണ്ടെന്ന് പറയുന്ന ഈ ഫയലുകളുണ്ടല്ലോ, പ്രസ് നോട്ട് ഉൾപ്പെടെയുള്ള, പ്രസ് നോട്ട് എന്ന് തന്നെയുള്ള പേരിൽ ഒരു 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 കളക്ഷൻ ഓഫ് പേപ്പറുകൾ അതിനകത്തുണ്ട് എന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത്. അപ്പോൾ ചിലപ്പോൾ ശരിയായിരിക്കാം, ചിലപ്പോൾ ഇവിടെ നമ്മൾ നോക്കുന്ന കാര്യങ്ങൾ അവിടെ ഉണ്ടായിരിക്കാം. പിന്നെ അത് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ കൺഫേം ചെയ്യാൻ എന്നെക്കൊണ്ട് പറ്റുന്നില്ല. എന്തായാലും ഇപ്പോൾ നമ്മൾ വിട്ട 4 സ്റ്റുഡൻസിന് ഈ വളരെക്കാലത്തെ ചർച്ചകളും കാര്യങ്ങളും കൊണ്ട് ലെയ്ഡൻ യൂണിവേഴ്സിറ്റിയും പിന്നെ KCHRും കൂടെ ഒരു 7 വർഷത്തെ ഒരു എക്സ്ചേഞ്ച് ഇത് സൈൻ ചെയ്തു. അത് കേരള ഗവൺമെൻറ്റിൻ്റെയും ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെയും അനുവാദത്തോടു കൂടിയാണത് ചെയ്തത്. അതനുസരിച്ച് 4 സ്റ്റുഡൻസിന് നമ്മൾ ആദ്യമായിട്ട് അവരുടെ ആദ്യം വിട്ട 4 പേർക്ക് ഇംഗ്ലീഷ്
സ്റ്റാൻഡേർഡ് പോരാ, പാസ്സാകാൻ പറ്റിയില്ല. അതൊരു ടെക്നിക്കൽ പ്രോബ്ലം ആയിരുന്നു. അത് മാറ്റി നമ്മൾ പിന്നെ അയച്ചു. 4 പേരെ ആ 4 പേരുടെ റിവ്യൂവും കഴിഞ്ഞു. 4 പേരും നല്ല എക്സലൻറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട്. അതിലൊരു റെക്കോർഡ് പക്ഷെ അവർ ഓരോ സ്പെസിഫിക് കാര്യങ്ങൾ എടുത്താണ് വർക്ക് ചെയ്തത്. അതിലൊരു പെൺകുട്ടി പിന്നെ നമ്മുടെ തൃശ്ശൂർ അടുത്തുണ്ടായിരുന്ന ഡച്ചുകാരുടെ ഒരു തെങ്ങിൻ തോട്ടം ഉണ്ടായിരുന്നു. ആ തെങ്ങിൻ തോട്ടത്തിൻ്റെ കണക്കുകൾ, തെങ്ങിൻ തോട്ടത്തിൽ അവർ ആദ്യത്തെ തെങ്ങിൻ തോട്ടം ആയിരിക്കണം എന്ന് വെച്ചാൽ ഓർച്ചാർഡെന്ന് വിളിക്കുന്ന തരം തെങ്ങിൻ തോട്ടം തുടങ്ങിയത് ഡച്ചുകാരാണ് എന്നൊരു ഊഹമുണ്ട്. എന്തായാലും അങ്ങനെ ഒരു റെക്കോർഡ് അവർ ഡീറ്റെയിൽഡായിട്ട് സ്റ്റഡി ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ ഇനി നമ്മൾ ഉടനെ തന്നെ അത് പബ്ലിഷ് ചെയ്യും. ഇത് റിവ്യൂ കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ യൂണിവേഴ്സിറ്റി ഞാൻ പറഞ്ഞ ഈ കാലടി യൂണിവേഴ്സിറ്റിയിലെ അഭിലാഷ് മലയിൽ ഒരു നിർദ്ദേശം വെച്ചു. ഞാൻ ഉൾപ്പെടെയുള്ള കുറച്ച് പേരുടെ ഒരു കമ്മിറ്റി, ഒരു ഗ്രൂപ്പ് ഈ തെങ്ങ് കൃഷിയും പിന്നെ ഡച്ചുകാരും തമ്മിലുള്ള ബന്ധം എന്നുവെച്ചാൽ നമ്മൾ ഇന്ന് മനസ്സിലാക്കുന്ന രീതിയിലുള്ള തെങ്ങ് കൃഷി ഇത്രയും എക്സ്പാൻഡ് ചെയ്തത് ഡച്ചുകാർ വന്നതിന് ശേഷം ആയിരിക്കണം എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഊഹം. അതേസമയം നമ്മുടെ കെ എൻ ഗണേഷ് പറയുന്നുണ്ട് അമ്പലപ്പുഴ ദേവസ്വത്തിൽ തെങ്ങ് കൃഷി തുടങ്ങാനായിട്ട് ഒരാഹ്വാനം നടത്തുന്നുണ്ട് അവരുടെ വാരക്കാരോടും പാട്ടക്കാരോടും. അത് ഡച്ചുകാരുടെ കാലത്തിന് അല്പം മുമ്പാണ് അപ്പോൾ ഡച്ചുകാർക്ക് മുമ്പ് തന്നെ ഇത് തുടങ്ങിക്കാണും. പക്ഷേ ചേർത്തല ഭാഗത്ത് ഡച്ചുകാരുടെ ടൈമിലാണ് ഈ തെങ്ങ് കൃഷി ഇത്രയും. അത് കാരണമാണ് ചെറുമണലായിരുന്ന ചേർത്തല പ്രദേശത്ത് വരമ്പുകളിൽ തെങ്ങുകൾ വെച്ച് പിടിപ്പിക്കുകയും ഇപ്പോൾ ഇവിടെ തെങ്ങിൻ്റെ എണ്ണം വളരെയധികം വർദ്ധിച്ചു. ചേർത്തല താലൂക്കിലും അമ്പലപ്പുഴ താലൂക്കിലുമാണ് ഇന്ന് കേരളത്തിലെ ഏറ്റവും കൂടുതൽ തെങ്ങുള്ളത്. അപ്പോൾ ഈ 2 പ്രദേശത്തെയും തെങ്ങിൻ്റെ ചരിത്രം തന്നെ ഡച്ചുകാരുമായി ബന്ധപ്പെട്ടതാകാൻ സാധ്യത ഉണ്ട് എന്ന ഒരു നിർദ്ദേശം വരികയും അത് ഇവർ ചെയ്യാമെന്ന് ഏൽക്കുകയും ചെയ്തു. ഈ മീറ്റിംഗ് പിന്നെ കോസ്മോസ് മലബാറിക്കസ്. പക്ഷേ അത് കഴിഞ്ഞപ്പോൾ അവർക്കൊരു ചെറിയ പ്രശ്നം ഇപ്പോൾ വന്നിട്ടുണ്ട് എന്നാണ് ഞാൻ അറിയുന്നത്. അവിടെ നിന്നും കിട്ടേണ്ട സാമ്പത്തിക സഹായം അവർ കട്ട് ചെയ്യാൻ പോകുന്നു, ഇല്ലെങ്കിൽ കുറയ്ക്കാൻ പോകുന്നു എന്ന് അത് റൂമറാണോ അത് വാസ്തവമാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. എന്തായാലും അങ്ങനെയൊരു പ്രശ്നമുണ്ട്. അതെന്തായാലും അപ്പോൾ ഇതുപോലെയുള്ള ഇത് ഒരാളുടെ സ്റ്റഡി, ഇതുപോലെ മറ്റ് 3 പേരും ഓരോ കാര്യങ്ങളെടുത്ത് സ്റ്റഡി ചെയ്തിട്ടുണ്ട്. ഇവർക്ക് ട്രാൻസ്ലേഷൻ ഒരു പ്രശ്നമല്ല. ഇവർ പോയത് തന്നെ ഈ ട്രാൻസ്ലേഷൻ ചെയ്യാനുള്ള കഴിവ് സമ്പാദിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതിനൊരു കോഴ്സ് തന്നെ ലൈഡൻ യൂണിവേഴ്സിറ്റിയിൽ ഇപ്പോഴുണ്ട്. അത് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ കൊടുത്തു. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ബുദ്ധിമുട്ടിയതും ഇത്രയും പാടും. അതോടുകൂടി പക്ഷേ ഈ 4 പേര് കഴിഞ്ഞ് ഇനി 4 പേരെ കൂടെ വിടണം എന്നുള്ളതാണ് നമ്മുടെ ഐഡിയ. അത് എന്തായി എന്നുള്ളത് നമുക്ക് അറിയാം. KCHR വിളിച്ച് മനസ്സിലാക്കാം. 4 പേരും കൂടെ പോവുകയാണെങ്കിൽ 8 പേരെ നമുക്ക് ലഭ്യമാവും ഈ കിട്ടുന്ന റെക്കോർഡുകൾ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റുന്നവർ. വെച്ചാൽ അവർ മറ്റ് വരുമ്പോൾ അവർക്ക് പ്രത്യേകം ജോലി വേണമല്ലോ. അവരേതെങ്കിലും യൂണിവേഴ്സിറ്റിയിലോ കോളേജുകളിലോ ഒക്കെ ചേരുമായിരിക്കും. പക്ഷേ എന്നാലും അവർക്ക് ഈ കഴിവുള്ളത് കൊണ്ട് അവരുടെ സഹായം നമുക്ക് ആവശ്യപ്പെടാം. അപ്പോൾ ഈ ഡച്ച് രേഖകൾ നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു ഹോപ്പിലാണ് ഞാൻ ഇരിക്കുക. പിന്നെ ഗവൺമെൻറ്റുമായിട്ടുള്ള എൻ്റെ ബന്ധത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ കാര്യത്തിൽ എന്നെ കഴിഞ്ഞ ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ
പിണറായി വിജയൻ്റെ ആദ്യത്തെ ഗവൺമെൻറ് കടന്നപ്പള്ളി രാമേന്ദ്രനായിരുന്നു ബഹുമാനപ്പെട്ട വകുപ്പ് മന്ത്രി. അദ്ദേഹം 2 കമ്മിറ്റികളെ അപ്പോയിൻ്റ് ചെയ്തു. ഒന്ന് ആർക്കിയോളജിയെക്കുറിച്ച് സ്റ്റഡി ചെയ്യാനും മറ്റൊന്ന് ആർക്കൈവ്സിനെ കുറിച്ച് സ്റ്റഡി ചെയ്യാനും. എന്നിട്ട് 2ൻ്റെയും ചെയർമാൻ ആയിട്ട് അല്ലെങ്കിൽ ചെയർപേഴ്സൺസ് ആയിട്ട് എന്നെ തന്നെ നോമിനേറ്റ് ചെയ്യുകയും ചെയ്തു. അപ്പം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ ഒരു ആർക്കിയോളജി പഠിച്ചിട്ടുള്ള ആളല്ല, ആർക്കിയോളജിസ്റ്റ് അല്ല. ആർക്കൈവ്സിൽ എനിക്ക് പരിചയമുണ്ട്, അത് പഠനത്തെക്കാൾ കൂടുതൽ എനിക്ക് ജോലി ചെയ്തുള്ള പരിചയമാണ്. അപ്പോൾ അത് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, അതൊന്നും സാരമില്ല, നിങ്ങളുടെ അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പീരിയൻസൊക്കെ വെച്ചിട്ടാണ്. അപ്പം വളരെ പ്രഗത്ഭരായിട്ടുള്ള ആളുകളൊക്കെ അംഗങ്ങളായിട്ടുണ്ട്. മറ്റേ പഴയ ആർക്കൈവ്സ് ഡയറക്ടറായിരുന്ന ഡൽഹിയിലെ ഡെപ്യൂട്ടി ഡയറക്ടറൊക്കെ ആയിരുന്ന ആൾക്കാരും രാജൻ ഗുരുക്കളും രാഘവ വാര്യരും ഒക്കെ ഉള്ളൊരു ഗ്രൂപ്പാണ്. അതിൻ്റെ ചെയർമാനായിട്ടാണ് എന്നെ അപ്പോയിൻ്റ് ചെയ്തത്. ആ കമ്മിറ്റിയുടെ ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു റിപ്പോർട്ട് ഞാൻ കൊടുക്കുകയും അതിൻ്റെ കോപ്പികൾ എന്നെക്കൊണ്ട് പറ്റുന്നത്രയും ആളുകൾക്ക് ഞാൻ അയച്ചു കൊടുക്കുകയും ചെയ്തു. പക്ഷേ ഗവൺമെൻറ് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടേയില്ല. അതിനെക്കുറിച്ചൊന്നും ഗവൺമെൻറ് നടപടി എടുത്തിട്ടുള്ളതായിട്ട് എനിക്ക് അതിനി വേണ്ട എന്ന് തീരുമാനിച്ചെങ്കിൽ അതെങ്കിലും അവർ പറയണമല്ലോ, അവരത് പറഞ്ഞില്ല. ആർക്കൈവ്സിനെ കുറിച്ച് ഉള്ള റിപ്പോർട്ട് ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ അത് സബ്മിറ്റ് ചെയ്യാൻ ചെന്നപ്പോൾ വളരെ രസകരമായ ഒരു സംഭവം എനിക്കുണ്ടായി. അതായത് അപ്പോഴത്തേക്കും ഒന്നാമത്തെ ഗവൺമെൻറ് പിണറായി വിജയൻ ഗവൺമെൻറ് അധികാരത്തിൽ നിന്നും പോയി. രണ്ടാമത്തെ ഗവൺമെൻറ് വന്നപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് പ്രത്യേകം ആലോചിച്ചില്ല. ഞാൻ ചെന്നപ്പോൾ അവർ പറഞ്ഞു, സാറേ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഈ ആദ്യത്തെ ഗവൺമെൻറ് അപ്പോയിൻ്റ് ചെയ്ത ചെയർമാൻ ആ കമ്മിറ്റി രണ്ടാമത്തെ കാലത്തും നിലനിൽക്കുമോ ഇല്ലയോ എന്നുള്ള ഒരു നിയമപരമായ. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ നിയമപരമായിട്ട് എന്താണെന്നുള്ളത് നിങ്ങൾ ആലോചിച്ച് കണ്ടുപിടിച്ച് ഉത്തരം പറയുക. നിങ്ങൾ ഉത്തരം പറഞ്ഞ് കഴിഞ്ഞ് ഒരു 1.5 മാസം 2 മാസം എനിക്ക് തരണം. ഇത് ഞാൻ എൻ്റെ റിപ്പോർട്ട് ഞാൻ തരാം. ഇന്ന് വരെ എനിക്ക് സമയം ഇപ്പോൾ എത്ര കഴിഞ്ഞു, കൊല്ലങ്ങൾ. ഇതാണ് അവിടെ. ഇപ്പം സാറ് മുമ്പ് പറഞ്ഞല്ലോ, എന്നെപ്പോലുള്ളവർ സീനിയറായിട്ടുള്ളവരൊക്കെ ഇതിനകത്ത് പെടണമെന്ന്. എനിക്ക് ഉൾപ്പെടുന്നതിൽ താല്പര്യമില്ലാഞ്ഞിട്ടല്ല, ഭയമാണ് ഇതിനകത്തൊക്കെ. സാറിന് കഴിയുന്ന കാര്യമാണ്. ഞാൻ ഈ ഡച്ച് രേഖകളെക്കുറിച്ച് പറയുന്ന ഒരു കാര്യത്തിൽ ഇപ്പോൾ സാർ സൂചിപ്പിച്ച നെതർലാൻഡിലുള്ള ഡോക്യുമെൻറ്റ്സ് പുസ്തകമായി എന്ന് പറയുന്നതിനെക്കുറിച്ച് അല്ല ഞാൻ പറയാം. ചെന്നൈ ആർക്കൈവ്സിലുള്ള പ്രസ് ലിസ്റ്റിൽ ഉൾപ്പെട്ട 1642 ഫയലുകൾ, അതൊരു വെറും 30 കൊല്ലം, കഷ്ടി 30 കൊല്ലത്തിന് അപ്പുറത്താണ് ലീഡൻ യൂണിവേഴ്സിറ്റി ചെന്നൈയിൽ വന്ന് ഡിജിറ്റൈസ് ചെയ്ത് ഡിസ്കായി കൊണ്ടുപോയിരിക്കുന്നത്. മാത്രമല്ല അതിന് സമാനമായ ഒന്ന് നെതർലാൻഡിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇത്ര എക്സ്പെൻസീവായൊരു കാര്യം അവർ ചെയ്യേണ്ടതില്ല. മറ്റൊന്ന്, ഞാനീ പരിശോധിച്ചതിലുള്ള 1642 ഫയലുകളിൽ 31 ഫയലുകൾ ഈ രേഖകൾക്കൊരു വിശേഷമുള്ളത് കൂടി ഇതിനോടൊപ്പം പറയേണ്ടതുണ്ട്. ഇത് കൊച്ചിയിലെ ഡച്ച് കോട്ടയിൽ സൂക്ഷിച്ചിരുന്ന ഫയലുകൾ ബ്രിട്ടീഷുകാർ ഡച്ച് കോട്ട കീഴടക്കിയപ്പോൾ അവരുടെ കയ്യിൽ വന്നതാണ്. അത് ബ്രിട്ടീഷുകാർ അന്നത്തെ ഗവർണറുടെ റെക്കോർഡ് ഓഫീസായ ചെന്നൈ ആർക്കൈവ്സിൽ വച്ച് കാറ്റിനും ഇൻഡെക്സ് തയ്യാറാക്കി അതൊരു ആധുനിക തരത്തിലുള്ള ഫയലുകളാക്കി മാറ്റുന്നുണ്ട്. അതൊക്കെ വളരെ അടുത്തായിരിക്കണം, ഒരു 20ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ എപ്പോഴൊക്കെ ആയിരിക്കാം. ഇതിൽ വരുന്നത് 17, 18, 19 ഈ 3 നൂറ്റാണ്ടുകളിലെ 168 കൊല്ലത്തെ ഫയലുകളാണിത്. ഇത് നെതർലൻഡിൽ ഉണ്ടായിരുന്നെങ്കിൽ അവർ ഇത്രയും ശ്രമകരമായൊരു ജോലി ചെയ്യേണ്ടതില്ല. മാത്രമല്ല, ഈ ഡിജിറ്റൈസ് ചെയ്ത് ലീഡൻ യൂണിവേഴ്സിറ്റിയുടെ ഡാറ്റാ ബാങ്കിൽ സൂക്ഷിച്ചിരിക്കുന്ന
ഈ ഫയലുകളിൽ നിന്ന് 31 സ്ലേവറി ഫയലുകളിൽ നിന്ന് ഒരു ഫയൽ ഉപയോഗിച്ച് 2016 ഒരു UK സ്കോളറും ഒരു സൗത്ത് ആഫ്രിക്കൻ ലേഡി സ്കോളറും ചേർന്ന് ഒരു പേപ്പർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അത് ഓൺലൈനിലുണ്ട്. ആ ഒരു പേപ്പറേ ഉള്ളൂ ഈ ഡച്ച് രേഖകൾ ബേസ് ചെയ്തിട്ടുള്ള നമുക്ക് ഓൺലൈനിൽ കിട്ടാനുള്ള ഒരേ ഒരു പേപ്പർ. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് പറയാൻ തോന്നുന്നത് ഇതിന് സമാനമായ ഒരു സെറ്റ് ആവില്ല നെതർലാൻഡിലുള്ളത്. അവിടെ മറ്റ് കാര്യങ്ങളുണ്ടാവാം. ഇത് ഇവരുടെ ഡച്ച് ഭരണകാലം ഉൾപ്പെടുന്ന 168 കൊല്ലത്തെയാണ്. ആ ഭരണകാലം കഴിഞ്ഞിട്ട് വരുന്ന കാലം കൂടി ഈ ഫയലുകളിലുണ്ട്. നേരത്തെ സൂചിപ്പിച്ച പോലുള്ള കാര്യങ്ങൾ വേറെ ഉണ്ടാവാം. ഇത് ഇൻഡെക്സ് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ദൈനംദിനമുള്ള ഒരു ഭരണകൂടത്തിൻ്റെ റെക്കോർഡിംഗ് ആണത്. അതെ അതെ. ഇതിനകത്ത് സ്ലേവറിയെക്കുറിച്ചുള്ളത് വിശേഷമായിട്ട് പറയേണ്ടതുണ്ട്, മറ്റ് അനുദിന ഭരണ കാര്യങ്ങളെക്കുറിച്ചുള്ളത്. ഇത് കേരളത്തിലുള്ള റീജിയണൽ ആർക്കൈവ്സിലുള്ള 90 ഫയലുകളോ ഒന്നും ആകാനൊരു സാധ്യത ഞാൻ കാണുന്നില്ല. ഇനി എന്തും ആവട്ടെ, ഇത് ജെന്യുവിനാണ്. ജെന്യുവിൻ ആയതുകൊണ്ടാണ് ആ 2 സ്കോളേഴ്സിന് ഈ ചെന്നൈ ആർക്കൈവ്സിൽ നിന്ന് ഡിജിറ്റൈസ് ചെയ്ത് ലെയ്ഡൻ യൂണിവേഴ്സിറ്റിയുടെ ഡാറ്റാ ബാങ്കിലുള്ള ആ ഫയലുകളാണ് അവർ ഉപയോഗിച്ചിരിക്കുന്നത്. അത് ഓൺലൈനിൽ നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ എന്ത് വന്നാലും നമുക്കിത് പരിശോധിച്ചേ പറ്റൂ. ഇത് ജെന്യുവിനാണെന്ന് തന്നെ എൻ്റെ വിശ്വാസം. കാരണം മറ്റെങ്ങും ഇത് പബ്ലിഷ് ചെയ്തതായിട്ട് നമ്മൾ കാണുന്നില്ല. അതല്ല ഞാൻ പറയുന്നത്, സാറ് പറഞ്ഞല്ലോ ഇവരിവിടെ വന്ന് കോപ്പി ചെയ്തുകൊണ്ട് പോയിന്ന്. അവിടെ ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാ അവരിവിടെ വന്നതെന്നാണല്ലോ ചോദിച്ചത്. അവിടെ ഇല്ല, അതുകൊണ്ടാണ് അവരിവിടെ വന്ന് കോപ്പി ചെയ്തുകൊണ്ട് പോയത്. അതാണ് അവരവിടെ സ്റ്റോർ ചെയ്തിരിക്കുന്നത്. ഇപ്പോഴത്തെ ഡച്ച് സ്റ്റുഡൻസ് പോയില്ലേ, അവരോട് ചോദിച്ചാൽ അവർ പറഞ്ഞു നമുക്കത് കമ്പയർ ചെയ്യാനും നല്ലത്. ആ പ്രസ് ലിസ്റ്റ് വെച്ച് ഈ വരുന്ന കുട്ടികളെ ഉപയോഗിച്ചുകൊണ്ട് അത് ചെയ്യാം. അവർക്കത് കഴിയുമെങ്കിൽ അവർ ചെയ്യട്ടെ. എൻ്റെ വിശ്വാസം, ഞാൻ ഈ കഥ മിസ്റ്റർ രാംദാസ് തന്നെ ഇത് പണ്ട് എന്നോടൊരിക്കൽ സൂചിപ്പിച്ചു. ഇത് പറഞ്ഞപ്പോൾ എനിക്ക് സന്തോഷമായി. അങ്ങനെ അവരിവിടെ വന്ന് കോപ്പി ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഇല്ലായിരുന്ന ഫയൽസ് ആയിരിക്കണം അവരിവിടെ വന്ന് കോപ്പി ചെയ്തുകൊണ്ട് പോയത്. അതവിടെ അതും കൂടെ വെച്ചാണ് അവരിപ്പോഴത്തെ. പിന്നെ വേറൊന്ന്, ഇതുവരെ നമ്മൾ മെൻഷൻ ചെയ്യാത്ത വേറൊരു സംഗതിയുണ്ട്. ഞാനിതിപ്പോൾ രാംദാസിനോട് പണ്ട് പറഞ്ഞു കാണുമെന്ന് വിചാരിക്കുന്നു. ഇവരുടെ രാജാവും രാജ്ഞിയും കൂടെ ഇവിടെ വന്നല്ലോ. ഈ നെതർലൻഡ്സിലെ രാജാവും രാജ്ഞിയും കൂടെ വന്നപ്പോൾ എംബസിക്കാരെ എന്നോട് ആവശ്യപ്പെട്ടു അവരോട് 3 മിനിറ്റ് നേരത്തേക്ക് ഒരു പ്രസംഗം, ഒരു അഡ്രസ്സ്. ആ 3 മിനിറ്റ് നേരം കൊണ്ട് ഞാൻ നമ്മുടെ ആവശ്യങ്ങൾ പറഞ്ഞു. നമുക്കിങ്ങനെ ഫയലുകൾ കിട്ടണം, അത് കോപ്പി ചെയ്താൽ നമുക്ക് ഒത്തിരി സൗകര്യങ്ങൾ കിട്ടും, അത് ചെയ്തു തരും എന്നൊക്കെ. അപ്പോൾ രാജാവും രാജ്ഞിയും പറഞ്ഞു, പിന്നെ ഞങ്ങളിപ്പോൾ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട് കുറേ മാപ്പുകൾ, ബാക്കി വല്ലതും ഉണ്ടെങ്കിൽ അതും കൂടെ തരാം എന്ന് പറഞ്ഞതായിട്ടാണ് ട്രാൻസ്ലേറ്റ് ചെയ്ത് ഞങ്ങളോട് പറഞ്ഞത്. ഇത് ഞാൻ പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാനും വെളുത്താട്ട് കേശവനെയും കൂടെ പിന്നെ ഈ ഡച്ച് ഗവൺമെൻറ് ഇൻവൈറ്റ് ചെയ്തു. ഞങ്ങളവിടെ ചെന്നപ്പോൾ അവരുടെ എല്ലാ ഫയലുകളും കാണിച്ചു, അവരുടെ കളക്ഷൻസ്. അവരൊരു ബുക്ക് ഇറക്കിയിട്ടുണ്ട്, ഒരു ലോക്ക് ബുക്ക് എന്ന് പറഞ്ഞിട്ട്. അതിൽ ഫോട്ടോ സഹിതം എല്ലാം. അതിൽ 151 മാപ്പുകളുണ്ട്. ഇന്ത്യയുടെ വെസ്റ്റ് കോസ്റ്റ് മുഴുവൻ, കേരളം വന്ന് ഈ കാക്കത്തുരുത്ത് വരെ ഉണ്ട്. അതാ ഞാൻ ആദ്യം കണ്ട ഫയലിൽ 1762 മറ്റായിരുന്നു. ഇപ്പോൾ ബാസ്റ്റിൻ ബംഗ്ലാവിൽ അവർ എക്സിബിറ്റ് ചെയ്തിരിക്കുന്ന മാപ്പ്, അതിൻ്റെ ഡേറ്റ് 1688. അതായത് ഡച്ചുകാർ പോർച്ചുഗീസുകാരെ തോൽപ്പിച്ചിട്ട് 5 വർഷമേ ആയിട്ടുള്ളൂ. 63 കയ്യിലെടുത്ത് 5 വർഷത്തിനുള്ളിൽ അവർ ഈ മാപ്പ് വരച്ചു. കൊച്ചി ചേറ്റുവ മുതൽ കൊല്ലം വരെ പോകുന്ന വഴിക്കുള്ള സ്ഥലങ്ങൾ, അതിൽ ഞങ്ങളുടെ ഈ കൊച്ചു കാക്കത്തുരുത്തും ഇൻവോൾവാണ്. അപ്പോൾ ഈ ഫയലുകൾ
ഈ 151 മാപ്സ്. അത് പക്ഷെ തന്നപ്പോൾ കേരള ഗവൺമെൻറ്റിനല്ല അവർ കൊടുത്തത്, ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യക്കാണ് കൊടുത്തത്. അവരത് അവരുടെ മട്ടാഞ്ചേരിയിലെ ഈ പാലസ് മ്യൂസിയം ഉണ്ടല്ലോ, ആ മ്യൂസിയത്തിലാണ് അവർ ഒറിജിനലി വെച്ചത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ അംബാസഡറിനോട് നേരിട്ട് ഇടപെടുകയും പറയുകയും ഒക്കെ ചെയ്തപ്പോൾ അവർ പറഞ്ഞു എൻ്റെ കോപ്പി നിങ്ങൾക്കും തരാം. അങ്ങനെ ഒരു കോപ്പി നമുക്ക് തന്നു. അതാണിപ്പോൾ ബാസ്റ്റ്യൻ ബംഗ്ലാവിൽ ഉള്ളത്. അപ്പോൾ ഇത് വെച്ചുകൊണ്ട് നമുക്ക് ഈ 151 ഈ സ്റ്റുഡൻസ് ആർക്കൈവ്സ് നോക്കുന്ന പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണല്ലോ കാർട്ടോഗ്രാഫിക്കൽ ഇൻഫർമേഷൻ നോക്കേണ്ടത്. നമ്മുടെ സ്റ്റുഡൻസിനോട് കാലടി യൂണിവേഴ്സിറ്റിയിലെയും MG യൂണിവേഴ്സിറ്റിയിലെയും പല പല കോളേജുകളിലുള്ള വിദ്യാർത്ഥികളെയും ഒക്കെ നമുക്ക് ഈ മാപ്സ് 151 മാപ്സിനെ കുറിച്ച് തന്നെ ഒരു പഠനം നടത്താൻ അതേ തുടങ്ങാൻ നമുക്ക് വേണമെങ്കിൽ. അതുപോലെ തന്നെ ഈ സ്ലേവ് റെക്കോർഡ്സ് ഇത് മാത്രമല്ല, ഇപ്പോൾ എൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുള്ള ഒരു കോളേജ് പ്രൊഫസർ നമ്മുടെ മാഹി ഗവൺമെൻറ് കോളേജിലെ അസോസിയേറ്റ് പ്രൊഫസർ, അദ്ദേഹത്തിന് ഫ്രഞ്ച് ഒക്കെ അറിയാവുന്ന ആളാണ്. അദ്ദേഹം ഫ്രഞ്ച് ആർക്കൈവ്സിൽ നിന്നും കിട്ടിയ ചില ആർക്കൈവ്സ് വെച്ച് നോക്കിയപ്പോൾ കുട്ടികളുടെ സ്ലേവറി, കുട്ടികളെ കയറ്റിക്കൊണ്ടുപോകുന്ന അത് ഏറ്റവും കൂടുതലുണ്ടായിരുന്നത് 2 സ്ഥലങ്ങളിലാണെന്നാണ് സൂചന. ഒന്ന് മാഹിയിലും മറ്റൊന്ന് കൊച്ചിയിലുമാണെന്നാണ്. അതും നമ്മൾ സ്റ്റഡി ചെയ്യേണ്ടതാണ്. നമ്മുടെ ഇവിടെ ഒരു പുസ്തകത്തിലും ഒരു ഗ്രന്ഥത്തിലും അത് വിശദമായിട്ട് പഠിച്ചിട്ടുള്ളതായിട്ട് എനിക്കറിഞ്ഞുകൂടാ. ഉണ്ടോ? ഇത് കൊച്ചിയിൽ നിന്ന് കയറ്റുമതി ചെയ്ത സ്ലേവ്സ് ചെറിയ പ്രായം 2 വയസ്സ് മുതൽ വളരെ ഒരു മിഡിൽ ഏജ് വരെയുള്ള ആളുകളുടെ വിവരങ്ങൾ വിശദമായി അതിനകത്തുണ്ട്. പേര്, അവർക്ക് അഡോപ്റ്റ് ചെയ്ത അവരുടെ കൺവെർട്ട് ചെയ്തിട്ടതിന് ശേഷമുള്ള പേരുകൾ, നാട്, ഇവരെ കൊണ്ടുവന്ന ഏജൻറ്റിൻ്റെ പേരായിട്ടുള്ള നാട്, ഇങ്ങനെ അങ്ങേറ്റം വിശദാംശങ്ങളുള്ളതാണ് ഈ സ്ലേവ് ട്രേഡ് സംബന്ധിച്ചുള്ള ഈ ഫയലുകൾ. മാത്രമല്ല ഇതിന് ഏറ്റവും താഴ്ന്ന ജാതിയിൽപ്പെട്ടവരെ പോലെ തന്നെ നായർ വിഭാഗവും ഒക്കെ നല്ല സംഖ്യ അവിടെ വരുന്നുണ്ട്. ഞാനൊരു 5000-ഓളം പേജുകൾ ഒന്ന് പരിശോധിച്ചപ്പോൾ തന്നെ വലിയൊരു വിവരങ്ങളാണ് പുതിയതായിട്ട് പുറത്തേക്ക് വരുന്നത്. ഇത് മറ്റ് ഏതെങ്കിലും തരത്തിൽ ഉണ്ടായിരിക്കാൻ ഇടയില്ലാത്ത ഫയലുകളാണെന്ന് ഞാൻ കരുതുന്നു. എന്തും ആവട്ടെ, നമ്മുടെ കയ്യിലുള്ള ഈ പ്രസ് ലിസ്റ്റും ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഡിസ്കായിട്ട് നമുക്ക് പ്ലേ ചെയ്യാവുന്ന തിരുവനന്തപുരം ഡയറക്ടറേറ്റിലുള്ള ഫയലുകളും, പിന്നെ സാറ് നേരത്തെ പറഞ്ഞ ആ പ്രിൻ്റഡ് ആയിട്ടുള്ളൊരു വർക്കിനെ കുറിച്ച് പറഞ്ഞല്ലോ, അത് വെച്ചൊരു പരിശോധന നടത്തിയാൽ നമുക്കറിയാം ഇത് ജെന്യുവിനാണോ അതല്ല പുതിയതാണോ എന്നുള്ളത്. ഇത് അടിയന്തരമായി ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം നമുക്ക് ഇത്രയും 6-7 കൊല്ലത്തെ അധ്വാനത്തിൽ അല്ലെങ്കിൽ സമ്മർദ്ദത്തിന് ശേഷമാണ് ആ ഡിസ്കുകൾ നമ്മുടെ ഡയറക്ടറേറ്റിൽ എത്തിയിരിക്കുന്നത്. അത് ഇത് വെച്ചും ഈ ട്രെയിനിങ് കഴിഞ്ഞു വരുന്ന കുട്ടികളെ ഉപയോഗിച്ചിട്ടും അവരുടെ സഹായത്താലേ ഇത് ചെയ്യാവുന്നതാണ്. അവർക്ക് ചെയ്യാം, അത് വെരിഫൈ ചെയ്യാം. ഈ 1642 ഫയലുകളും സാർ നേരത്തെ പറഞ്ഞ പ്രിൻ്റ് ചെയ്ത വർക്കും കൂടി വെച്ചിട്ട് വെരിഫൈ ചെയ്യാം. ഇത് ജെനുവിനാണെങ്കിൽ മാത്രം മുന്നോട്ട് പോയാൽ മതിയല്ലോ. പിന്നെ മറ്റൊന്ന്, നേരത്തെ ഞാൻ പറഞ്ഞ ആ ഒരു UK സ്കോളറും ഒരു സൗത്ത് ഇന്ത്യൻ സ്കോളറും കൂടി ചേർന്ന് എഴുതിയ ആർട്ടിക്കിളിൽ ഇങ്ങനെ പ്രിൻ്റ് ചെയ്തൊരു വർക്ക് അവരെന്തുകൊണ്ട് കണ്ടില്ലെന്നാണ് എനിക്ക് സംശയം. കാരണം അവർ ഈ ലൈഡൻ യൂണിവേഴ്സിറ്റിയിലെ ഡാറ്റാ ബാങ്ക് ഉപയോഗിച്ച് ചെന്നൈയിലുള്ള അതേ ഫയലാണ് ഉപയോഗിച്ചേക്കണത്. അപ്പോൾ പ്രിൻ്റ് ചെയ്തൊരു വർക്ക് നേരത്തെ ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ അതിൻ്റെ ഒരു ആവശ്യം വരുന്നില്ല. അതെന്തോ ആവട്ടെ, ഇതെല്ലാം വെരിഫൈ ചെയ്യാം. കാരണം നമ്മളെ സംബന്ധിച്ച് നമ്മുടെ സ്വത്താണത്. ഈ 1.25 നൂറ്റാണ്ടിൻ്റെ നമ്മുടെ നാടിൻ്റെ ചരിത്ര കൃതികളിൽ വരാതെ പോയ വിവരണങ്ങളാണത്. അത് അടിയന്തരമായി നമ്മൾ ചെയ്തേ പറ്റൂ. കാരണം ഇപ്പോൾ എഴുതപ്പെട്ട പഴയ കൃതികളിലൊന്നും ഇത്തരമൊരു കളക്ഷനെക്കുറിച്ച് ഒരു ഡച്ച് പാതിരിയുടെ ലെറ്റേഴ്സ് ഉപയോഗിച്ച് കേരള ഹിസ്റ്ററിയും കൊച്ചി ചരിത്രവും എഴുതിയ പത്മനാഭമേനോൻ്റെ പുസ്തകത്തിൽ പോലും ചെന്നൈ ആർക്കൈവ്സിൽ ഇങ്ങനൊരു ശേഖരമുള്ളതിനെക്കുറിച്ച് പറയുന്നില്ല. അത് വളരെ അത്ഭുതകരമാണത്. കാരണം നമുക്ക് കിട്ടിയിരിക്കുന്ന ശരിക്കും വില പറയാൻ പറ്റാത്ത വലിയൊരു സമ്പത്താണ്.
അത് കൊച്ചി മാത്രമല്ല, തിരുവിതാംകൂർ മാത്രമല്ല, മലബാർ മാത്രമല്ല, ദക്ഷിണേന്ത്യയും മുഗൾ രാജകൊട്ടാരം വരെയുമുള്ള കമ്മ്യൂണിക്കേഷൻ ഇതിനകത്ത് കാണുന്നുണ്ട്. ഈ ഇൻഡെക്സ് നോക്കിയാൽ അറിയാം. അതായത് ഇന്ത്യയുടെ ആ 168 കൊല്ലത്തിൻ്റെ ഹിസ്റ്ററി ഇതില്ലാതെ പൂർണ്ണമാവില്ല. ഇത് അത്യാവശ്യം ഇതൊന്ന് പരിശോധിച്ചതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇത് നമ്മൾ അടിയന്തരമായി അത് വെരിഫൈ ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ നിലവിൽ നമുക്ക് നമ്മുടെ ഡയറക്ടറേറ്റിൽ പ്ലേ ചെയ്ത് കാണാം. അവിടുത്തെ കമ്പ്യൂട്ടറിലുണ്ട് ഈ ഡിസ്കവറി. അതിനോട് കണക്ട് ചെയ്തിട്ട് കുട്ടികൾക്ക് നോക്കാൻ സൗകര്യം കൊടുക്കുന്നുണ്ട് സ്കോളേഴ്സിന്. അതിനൊരു മുൻകൈ എടുക്കുക എന്നുള്ളതാണ് സാറിനെ പോലെ. സാറ് മുൻകൈ എടുത്താൽ അത് ആവണം. കാരണം വേറൊരാൾ ഇതിൻ്റെ ഗൗരവം മനസ്സിലാക്കിയ ഒരാളിപ്പോൾ നമുക്കുള്ളതായിട്ട് എനിക്ക് തോന്നണില്ല. സാറ് തന്നെ അതിൻ്റെ മുൻകൈയിലേക്ക് വരണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. ഞാൻ എൻ്റെ പ്രായവും എൻ്റെ മറ്റ് ആരോഗ്യ സൗകര്യങ്ങളും ഒക്കെ പ്രശ്നങ്ങളും ഒക്കെ കൂടെ നോക്കി ചെയ്യാവുന്നത്രയും ഞാൻ ചെയ്യാം. എങ്കിലും ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമെന്ന് ഞാൻ ആദ്യമേ തന്നെ. പക്ഷേ എൻ്റെ ഈ KCHRലെ ആ യൂണിറ്റിലെ വിദ്യാർത്ഥികൾ അവർ തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യും. അവർക്ക് ഞാൻ രാംദാസ് അയച്ചു തന്ന നോട്ട് ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. അവർ വേണ്ട ചെയ്യാവുന്നവർ സമ്മതിച്ചിട്ടുമുണ്ട്.